പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ എബ്രഹാം തോമസ് പാസ്റ്ററെ പരിചയപ്പെടുത്തിയതുപോലെ ഇതും എബ്രഹാം ടൈറ്റസ് ആണ്. സ്തോത്രം. ടൈറ്റസ് എബ്രഹാം ടൈറ്റസ്. പ്രൈസ് ദി ലോർഡ്. ജോൺ തോമസ് പാസ്റ്ററാണ് ചർച്ച് ബോർഡ് കേരള റീജിയന് എബ്രഹാം ടൈറ്റസ് പാസ്റ്റർ എന്ന് കൊണ്ടു തന്നത്. കരങ്ങളെടുത്ത് ഇദ്ദേഹത്തെ സ്തുതിക്കാം. അതുകൊണ്ട് ഈ അധ്യക്ഷന്മാരെ എന്നെ വിളിച്ച് ഇവരെ പരിചയപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അന്ന് മുതൽ നമുക്കൊരനുഗ്രഹമാണ് പ്രിയ ടൈറ്റസ് പാസ്റ്റർ. സൗദിയിൽ അനുഗ്രഹിക്കപ്പെട്ട 2 കമ്പനികൾ നടത്തിക്കൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും ലോകവ്യാപകമായിട്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹിത കർത്താവിൻ്റെ ദാസനാണ് എബ്രഹാം ടൈറ്റസ് പാസ്റ്റർ. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. 2 പേര് ഡോക്ടർമാർ, ഒരാൾ MBAക്ക് ഹല്ലേലൂയ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദമാമിൽ ചർച്ച് ബോർഡിൻ്റെ ആദ്യത്തെ ചർച്ച് സ്ഥാപിച്ചത് അദ്ദേഹമാണ്. പ്രൈസ് ദി ലോർഡ്. CT എബ്രഹാം പാസ്റ്റർക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷേ നമ്മുടെ തമ്പാൻ വർഗീസ് പാസ്റ്റർ അറിയാമായിരുന്നു. ഞാനിത് പരിചയപ്പെടുത്തുവാൻ കാരണം വരുന്ന നാളുകളിൽ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട അനേക പ്രോജക്റ്റുകളുണ്ട്. ഞാനങ്ങ് തുറന്ന് പറയാം, നമ്മുടെ ഓവർസിയറോട് ഇല്ലാത്തതുകൊണ്ട്. പ്രിയ എബ്രഹാം ടൈറ്റസ് പാസ്റ്റർ വിചാരിച്ചാൽ നാളെ ഇവിടെ ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ടാകാൻ ദൈവോടെയാക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പൂർത്തീകരിക്കപ്പെടാത്ത നമ്മുടെ പ്രോജക്റ്റുകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹായം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടായി പരിചയപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന കരങ്ങളെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അത് പൂർത്തീകരിക്കപ്പെടും. ദൈവം അതിനു വേണ്ടിയിട്ടാണ് പ്രിയ കർത്താവിൻ്റെ ദാസനെ നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്ന്. അദ്ദേഹം വന്നതൊന്നുമല്ല, അദ്ദേഹം അങ്ങനെ അങ്ങ് പോകത്തില്ല. ഇവിടെ വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിയോഗമാണ്. സ്തോത്രം. ദൈവം നമുക്ക് കർത്താവിൻ്റെ ദാസന്മാരെ കാലാകാലങ്ങളായിട്ട് അയച്ച് നമ്മളെ സഹായിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സെരുബ്ബാബേലിനെയും നെഹമ്യാവിനെയും എസ്രായെയും ഒക്കെ രാജാക്കന്മാരയച്ചത് യെരൂശലേമിൻ്റെ പണികൾക്ക് സഹായം നൽകിയത്. പ്രൈസ് ദി ലോർഡ്. റീജൻ്റെ പണിക്ക് വേണ്ടിയിട്ട്, റീജൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് രാജാതിരാജാവായ കർത്താവായ യേശു തമ്പുരാനാണ് പ്രിയ കർത്താവിൻ്റെ ദാസനെ അയച്ചത്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവിൻ്റെ ദാസി ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടില്ല. ഗീത എബ്രഹാം അവറുകളാണ് സാധാരണ നമ്മുടെ മധ്യത്തിൽ കടന്നു വരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. മകള് ഡോക്ടർ എസ്തേർ, അതുപോലെ ജോഷി അദ്ദേഹത്തിന് മകളുടെ ഹസ്ബൻഡാണ്. മകൻ ഹല്ലേലൂയ ഡോക്ടർ ഗായോസ്, അതുപോലെ ഡോക്ടർ സാന്ദ്രയാണ്. ഇവരുടെ കല്യാണത്തിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ റൂഫസ് MBA ബിസിനസ് ഇൻ ബഹ്റിനിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കരങ്ങളെ തട്ടി വളരെ അഭിമാനത്തോടെ ആത്മാർത്ഥമായി കർത്താവിൻ്റെ നാമത്തിൽ ദൈവസഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർസിയർ റവറൻഡ് ജോമോൻ ജോസഫ് അവർക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയ്ക്കായി ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. ദൈവമായി കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. I invite Pastor Abraham Titus will come forward and deliver the word of God. Praise the Lord. Thank you. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ജനറൽ കൺവെൻഷൻ്റെ രാത്രി യോഗത്തിൽ സംബന്ധിപ്പാൻ തക്കവണ്ണവും ശുശ്രൂഷിപ്പാനും എന്നെ ക്ഷണിച്ച കേരള റീജിയൻ ദൈവസഭയോടും ഇതിൻ്റെ അമരക്കാരനായി നിൽക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോമോൻ ജോസഫ് അവர்களോടും എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനോടും സഹോദരന്മാരോടും
നന്ദി അറിയിക്കുന്നു. ഇന്നലെ ഉച്ചതിരിഞ്ഞ് നടന്ന മിഷൻ ചലഞ്ചിലും കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ദൈവം അവസരം തന്നു. എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഇന്നത്തെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ EJ ജേക്കബ് അവர்களுക്കായിട്ട് കർത്താവിൻ്റെ സ്തോത്രം. മുൻ ഓവർസിയർമാരായി സ്തുത്യർഹമായ സേവനം ചെയ്ത, ഇന്നും ക്രിസ്തുവിൽ പോരാളികളെപ്പോലെ നിൽക്കുന്ന അഭിഷിക്തന്മാരായ സണ്ണിക്കുട്ടി പാസ്റ്ററും കൊച്ചുമോൻ പാസ്റ്റർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കേരള സ്റ്റേറ്റ് അല്ലെങ്കിൽ കേരള റീജിയനിലുള്ള എല്ലാ ദൈവമക്കളെയും സ്നേഹിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നോ? ഇവിടുത്തെ ദൈവദാസന്മാരെ ഞാൻ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്നതിൻ്റെ തെളിവാണ് വല്ലപ്പോഴും ഒക്കെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടി നിൽപ്പാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് മുമ്പ് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം തോമസിൻ്റെ സഹോദരൻ രായിഷാൻ ഞാൻ വിളിക്കുന്ന ജോൺ തോമസ് അവர்களത്രേ. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് പാസ്റ്ററെ നമുക്ക് റീജിയൻ കൺവെൻഷനിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ മടി കൂടാതെ അദ്ദേഹത്തിന് ഒരു തുണയായിട്ട്, ഒരു കൂട്ടുകാരനായിട്ട് ഒറ്റയ്ക്ക് പോകണ്ട എന്ന് കരുതി ഞാനിവിടെ കടന്നു വന്നപ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ സണ്ണിക്കുട്ടി അവர்கள் അപ്രതീക്ഷിതമായിട്ട് അനൗൺസ് ചെയ്തു, തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസൻ എബ്രഹാം ടൈറ്റസ് ശുശ്രൂഷിക്കും. സൗദി അറേബ്യയിലെ ഒരു ചെറിയ സംവിധാനത്തിൽ ശുശ്രൂഷിച്ചിരുന്ന എനിക്ക് ആ പുതുമയുടെ ശബ്ദം അതെങ്ങനെ ഏറ്റെടുക്കണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ പ്രാർത്ഥനയോടുകൂടെ 20 മിനിറ്റിൽ കൂടുതൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് എന്നൊരവസരം തന്നു. അതിനുശേഷം കൊറോണയുടെ 1-2 വർഷത്തിലൊഴിച്ച് ബാക്കി എല്ലാ കൺവെൻഷനുകളിലും കടന്നു വന്ന് സംബന്ധിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഈ കൺവെൻഷനിലും കടന്നു വന്ന് സംബന്ധിപ്പാൻ കർത്താവ് തന്ന നല്ല സാഹചര്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 കൺവെൻഷനിലും പാസ്റ്റേഴ്സ് കോൺഫറൻസ് ലീഡ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. അത്യുത്തമമായിരിക്കുന്ന ഒരു ബോധ്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അത് ഒരു ചർച്ചിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ അവിടുത്തെ ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ആ ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്തു, പല പ്രാവശ്യം അത് കേട്ടുകൊണ്ടിരുന്നു, അത് ഒരു വലിയ ആത്മധൈര്യം തന്നു എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്നു, മേലിലും ചലിപ്പിക്കും എന്നെനിക്ക് ഉത്തമ ബോധ്യം വന്നു. കൊലോസ്യ ലേഖനത്തിലെ 2:10 നമ്മൾ വായിക്കുന്ന വേദവചനം ഇങ്ങനെയാണ്: എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. പരിപൂർണരാകുന്നോ ആകുമെന്നോ ആകാൻ സാധ്യതയുണ്ടെന്നോ അല്ല, ആയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ കാരാഗ്രഹ സമാനമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊലോസ്യരുള്ള വിശുദ്ധന്മാരെ, അതായത് ഫിലമോന്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്ന ഈ കൂട്ടായ്മയെ ആത്മമേഖലയിൽ കണ്ടിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു ബലഹീനനില്ല, നിങ്ങളെ തമ്പുരാൻ പരിപൂർണരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചലനം
മറ്റാർക്കും തിരിച്ചറിയാൻ കഴിയാത്ത നിലകളിൽ കൊലോസ്യ സഭയിൽ വ്യാപരിച്ചിരുന്നതുപോലെ ഈ റീജന്റെ ഓരോ സഭകളിൽ മാത്രമല്ല കേരളക്കരയിലുള്ള ഓരോ സഭകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചലനം ഈ കാലഘട്ടത്തിൽ സംഭവിക്കണം. മിഷൻ ചലഞ്ചിൽ ഞാൻ ദൈവദാസന്മാരോട് ഒരു കാര്യം ചോദിച്ചു. നിങ്ങൾക്ക് എന്തിനാണ് ഒരു സഭ ഒരു പ്രാദേശിക സ്ഥലത്ത് ദൈവം തന്നിരിക്കുന്നത്? നല്ലൊരു ശതമാനം ആളുകളുടെയും വിശ്വാസികളുടെയും നിഗമനങ്ങൾ, ഞങ്ങൾക്ക് കുടുംബമായി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഇടം വേണം, സ്നാനപ്പെടാൻ പ്രായമായ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താൻ ഒരു ഇടം വേണം, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരു ഇടം വേണം, മരിച്ചാൽ സംസ്കരിപ്പാൻ ഒരു ഇടം വേണം. ഇത് ആണോ സഭയെന്ന് ചിന്തിക്കുന്ന നല്ലൊരു ശതമാനം വിശ്വാസികളും കേരളക്കരയിൽ ഉണ്ട്. എന്നാൽ സഭ അതിനു വേണ്ടിയല്ല. അത് ഉത്തമമായി ചിന്തിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെന്ന് കർത്താവിന് സ്തോത്രം ചെയ്യണം. ഒരു പ്രാദേശിക സഭയെക്കുറിച്ച് ദൈവത്തിന് വലിയ വിചാരമുണ്ട്, ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ട്, ദൈവത്തിന് വലിയ സ്വപ്നമുണ്ട്, ദൈവത്തിന് വലിയ അഹങ്കാരത്തോടെ നോക്കുന്നുണ്ട്. ഈ സഭ ദേശത്തൊരു ദീപം പോലെ കത്തി ജ്വലിച്ചു നിൽക്കണം. ഹല്ലേലൂയ. കൊരിന്ത്യ പട്ടണത്തെ ഇളക്കിയ സഭ പോലെ, എഫെസോസ് പട്ടണത്തെ ഇളക്കിയ സഭ പോലെ, ഫിലിപ്പിയ പട്ടണത്തെ ഇളക്കിയ സഭ പോലെ കേരളത്തിലെ സഭകൾ ദേശത്തെ ഇളക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദേശത്തെ ഇളക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന പരിപാടികളും ഇടപാടുകൾ കൊണ്ട് സംഭവിക്കത്തില്ല. മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ നമ്മുടെ സഭകളെ അനുവദിച്ചു കൊടുക്കണം. ഇന്നലെ പകൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ ഒരിടത്ത് കിടപ്പുണ്ട് ആ ഇസ്രായേൽ മക്കളുടെ അവൻ ഇഷ്ടപ്രകാരം രുചിഭോജനമായ കാടപ്പക്ഷി ഒരിടത്ത് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പാളയത്തിൽ ഉള്ളവർ ആഗ്രഹിക്കുന്നു ഈ കാടപ്പക്ഷി ഇവിടെ വരണമെന്ന്. പക്ഷേ യഹോവയുടെ കാറ്റടിക്കാതെ ആ കാടപ്പക്ഷി ഇവിടെ വരത്തില്ല. നിങ്ങളുടെ സഭ ചെറുതോ വലുതോ അത് ദൈവത്തിന് വിഷയമല്ല. നിങ്ങളുടെ സഭയിലുള്ളവർ എളിയവരോ ബലഹീനരോ ദൈവത്തിനതൊരു വിഷയമല്ല. നിൽക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ നിലനിർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കണം. ഇന്ന് ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും വിശ്വസിക്കണം. നിൽക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിലനിർത്താൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. കഴിഞ്ഞ പകൽ ഞാൻ ഓർപ്പിച്ചതുപോലെ സഭ മരുഭൂമിയിലല്ല. സഭ ഒരിക്കലും മരുഭൂമിയിലല്ല നിൽക്കേണ്ടത്. സഭ നിൽക്കേണ്ടത് വാഗ്ദത്ത ദേശത്താണ്. മനസ്സിലായ ദൈവമക്കൾ? സഭ നിൽക്കേണ്ടത് മരുഭൂമിയിലല്ല. മരുഭൂമിയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇട്ടുകൊടുക്കുന്ന മന്നായും അവനവന്റെ നടക്കല്ലിന്റെ കീഴിൽ കൂടെ ദൈവം ഒഴുക്കിക്കൊടുത്ത വെള്ളവും, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും അവനവന്റെ അഭിരുചിക്കനുസരിച്ച് കാര്യങ്ങളെ നീക്കിക്കൊണ്ടിരുന്നെങ്കിൽ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ അവിടെയാണ് വാഗ്ദത്ത പ്രകാരം ചിലതിനെ നിനക്ക് വിഭജിച്ച് തരുന്നത്. അതുകൊണ്ട് നമ്മളാരും മരുഭൂയാത്രയിലാകരുത്. നല്ലൊരു ശതമാനം പെന്തക്കോസ്തുകാർ ഇപ്പോഴും മരുഭൂയാത്രയില്ല. മരുഭൂയാത്രയിൽ മത്സരം, മരുഭൂമി യാത്രയിൽ പിറുവിറുപ്പ്. 10
അത്രത്തോളം റിബല്യസ് ആയിരിക്കുന്ന, ദൈവത്തോട് മറുതലിച്ചു നിൽക്കുന്ന സ്വഭാവങ്ങൾ മരുഭൂമിയിലുണ്ട്. പക്ഷേ വാഗ്ദത്ത ദേശത്ത് ഇതല്ല. വാഗ്ദത്ത ദേശത്ത് യുദ്ധമാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു സഭയ്ക്കകത്ത് യുദ്ധമാവുള്ളത്. ആരോടാ യുദ്ധം? വിശ്വാസികൾക്ക് പാസ്റ്ററോടും, പാസ്റ്റർക്ക് വിശ്വാസികളോടും. ഇതല്ല യുദ്ധം. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഹല്ലേലൂയ, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ ഭൂമിയിലെ അന്ധകാര ശക്തിയോടും സ്വർലോക സകല ദുഷ്ടാത്മസേനയോടും യുദ്ധം. ഈ യുദ്ധത്തിന് വേണ്ടി ഈ കൺവെൻഷനിൽ കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരും ആത്മാർത്ഥമായി സജ്ജമാകണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം തമ്പുരാൻ റമസോസിൽ വെച്ച് മോശയുടെ നേതൃത്വത്തിൽ തൻ്റെ ജനത്തെ ആമേൻ ഒരുക്കി അയക്കുമ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരനെ നോട്ടമിട്ടിരുന്നു. അന്ന് ഏകദേശം 40 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ നോട്ടമിട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചെങ്കടൽ കടന്നപ്പോൾ തൻ്റെ സഹോദരിയായിരിക്കുന്ന, മോശയുടെ സഹോദരിയായിരിക്കുന്ന മിറിയാം തപ്പെടുത്തു. അതുവരെ അർഹതയില്ലാത്ത നിലകളിൽ കിടന്നിരുന്ന ഈ മിറിയാമിനെ ഒരു പ്രവാചകിയായി ദൈവം ഉയർത്തി. ഹല്ലേലൂയ. തൻ്റെ സഹോദരനായിരിക്കുന്ന അഹരോനെ മോശയോട് ചേർത്തു നിർത്തി. ഈ ലിസ്റ്റിൽ പെടാത്ത 2 ചെറുപ്പക്കാർ മാറി നിൽപ്പുണ്ട്. വ്യത്യസ്ത സ്വഭാവമുള്ള 2 പേർ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവദാസന്മാരെ, എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നീ ഒരു സാധാരണ വിശ്വാസിയായി തീരരുത്. നീ സാധാരണ ഒരു ശുശ്രൂഷകനായി മാറരുത്. അസാധാരണ ദൈവപ്രവൃത്തി ചെയ്തെടുക്കാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കൊലോസ്യ സഭയെ അവൻ നോക്കിക്കൊണ്ട് പൗലോസ് 1500 കിലോമീറ്റർ അപ്പുറത്തിരുന്ന് അവൻ എഴുത്തു കൊടുത്തയക്കുക. കൂടെ ഒനേസിമോസിനെയും ഫിലമോന്റെ ലേഖനത്തെയും കൊടുത്തയക്കുമ്പോൾ കൊലോസ്യ സഭയെ ഇങ്ങനെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. You are completed in. നിങ്ങൾ പരിപൂർണതയുള്ളവരാകുന്നു. ഹല്ലേലൂയ. കേരളത്തിൽ 3.5 ലക്ഷത്തോളം ജനമുണ്ട്. ഞാൻ ഇന്നലെ കണക്ക് പറഞ്ഞു. 3.5 ലക്ഷത്തോളം ജനമുണ്ട്. 3.5 കോടിയോളം ജനമുണ്ട്. ഈ 3.5 കോടി ജനത്തിന് ഞാൻ കഴിഞ്ഞിടയ്ക്ക് പല പ്രസ്ഥാനങ്ങളുടെയും ലിസ്റ്റ് നോക്കി. സ്റ്റേറ്റിന് 1400 പാസ്റ്റർമാർ, റീജിയൻ ഏകദേശം 200 ചില്ലുവാനം പാസ്റ്റർമാർ, WMEക്ക് പാസ്റ്റർമാർ, IPECക്ക് പാസ്റ്റർമാർ, ഏജിക്ക് പാസ്റ്റർമാർ, ഷാരോന് പാസ്റ്റർമാർ, സ്വതന്ത്രന്മാർക്ക് പാസ്റ്റർമാർ, ചുമ്മാ നടക്കുന്നവർക്ക് പാസ്റ്റർമാർ, എല്ലാം പാസ്റ്റർമാർ. ഈ 3.5 കോടി ജനത്തെ നേടുവാൻ ഇത്രയും ജനം വേണ്ട, ഇത്രയും ദൈവദാസന്മാർ വേണ്ട. മനസ്സിലായോ ദൈവമക്കൾക്ക്? ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ എണ്ണത്തിന്റെ പെരുപ്പത്തിലല്ല നോക്കണേ. കോട്ടയത്ത് ഓരോ സിറ്റികളിലും പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ പെന്തക്കോസ്ത് സഭകളും സ്ഥാപിച്ചിട്ട് 40, 50, 60 വർഷങ്ങളായി. തിരുവല്ല മുതൽ ഇങ്ങനെ അങ്ങോട്ട് ഓരോ സിറ്റികളിൽ നോക്കുമ്പോൾ ഓരോ പെന്തക്കോസ്ത് സഭകളും ആരംഭിച്ചിട്ട് ഏകദേശം 100 വർഷത്തെ ചരിത്രം, 70 വർഷത്തെ ചരിത്രം. പക്ഷേ അവിടെയൊന്നും ആളുകളില്ല. പക്ഷേ ഇന്നലകളിൽ ആരംഭിച്ച പല സഭകളിലും ആളുകൾ
പള്ളി കയറുക എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ആത്മപ്രവൃത്തി ഇല്ലേ എന്ന് ചോദിച്ചാൽ ആത്മപ്രവൃത്തിയുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ, എന്തുകൊണ്ട് നമ്മുടെ പാസ്റ്റർമാർ ആമേൻ ഹല്ലേലൂയ അഭിഷേകത്തോടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നില്ല? ചിന്തിച്ചു നോക്കണം. കർത്താവിന് സ്തോത്രം. ഈ മനുഷ്യൻ, ഈ രണ്ട് ചെറുപ്പക്കാർ മോശയേക്കാൾ വ്യത്യസ്തതയുള്ള, അഹരോനേക്കാൾ വ്യത്യസ്തതയുള്ള, മിറിയാമിനേക്കാൾ വ്യത്യസ്തതയുള്ള, ആമേൻ മത്സരിച്ച ഭീമാകാരമായ വ്യക്തിത്വങ്ങളെക്കാൾ വ്യത്യസ്തതയുള്ള കലഹക്കാർ, മത്സരികൾ, ആമേൻ ദൈവത്തോടും മോശയോടും പിറുപിറുത്തവർ, മത്സരിച്ചവർ, അവരിൽ നിന്നൊക്കെയും വ്യത്യസ്തത ഉളവാക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ ദൈവം നോട്ടമിട്ടു. എന്താ ഇവർ ചെയ്യുന്നത്? എൻ്റെ ദൈവമക്കളെ, പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെയ്യുക. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെയ്യുക. ഈ യോശുവയോടൊരു മനുഷ്യൻ ആവശ്യപ്പെട്ടില്ല. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം തൻ്റെ സമാഗമന കൂടാരത്തിൻ്റെയും പെട്ടകത്തിൻ്റെയും മറ്റു ഉപകരണങ്ങളുടെയും ക്രമീകരണങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് അത് വിശദീകരിച്ച് കൊടുത്തപ്പോൾ ഈ ആലയത്തിനകത്ത് ചേർന്നിരിക്കാൻ യോശുവയോട് പറഞ്ഞില്ല ഒരു കണ്ണ് അങ്ങോട്ട് വേണമെന്ന്. പക്ഷേ യോശുവയെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് അവൻ ആലയം വിട്ടു പോകാതെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. എത്ര പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്നുണ്ട് കർത്താവിന്? ഇന്ന് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞായറാഴ്ച തന്നെ കഷ്ടിയാ പോകുന്നേ. നിന്നെ കൊണ്ട് ദൈവത്തിന് എന്തോ ചെയ്യിക്കാനാ. കർത്താവിന് സ്തോത്രം. ഉപവാസ പ്രാർത്ഥന രാവിലെ 10 മണി മുതൽ 1:30 വരെയാ. നിന്നെ കൊണ്ട് എന്തോ ദൈവത്തിന് ചെയ്യിക്കാനുള്ളേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടായ്മയ്ക്കകത്ത് ഹല്ലേലൂയ ആമേൻ എന്തൊക്കെയോ യാന്ത്രികമായി ചെയ്തു കൂട്ടുന്ന ഒരിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവത്തിന് പൂരിപ്പിക്കാൻ, ദൈവത്തിന് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യ സകലങ്ങളായിരിക്കുന്ന ബലഹീനരുടെ നടുവിലേക്ക് പൗലോസിനോട് ദൈവം പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി, അത് നിന്നെ ബലഹീനതകളിൽ നിന്നെ ഏറ്റവും കൂടുതൽ പൂർണ്ണനാക്കുന്നെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ബലഹീനതകളുമായി ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ല്. അവന്റെ കൃപ നമ്മെ ബലപ്പെടുത്തും. ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ രാത്രി ഇവിടെ ഈ ഹോള് വിട്ടു പോകുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന സഭകൾ ദേശത്തിൻ്റെ നടുവിൽ ഒരു പവർ ഹൗസാക്കി മാറ്റണം. രോഗികൾ സൗഖ്യമാകണം, ബദ്ധന്മാർ വിടുവിക്കപ്പെടണം, ബന്ധിതർ മോചിതരായി മാറണം. ഹല്ലേലൂയ. ഭൂതങ്ങൾ അലറിയോടണം, പൈശാചിക മേഖലകൾ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി പോകണം. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു സാമേൻ കൂട്ടമുണ്ടെന്ന് ജനം പറയണം. കർമ്മേലിന്റെ ഉച്ചിയിൽ പ്രാർത്ഥനയ്ക്കായി ഒരു ബലഹീനനായ മനുഷ്യൻ കയറിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ പ്രാർത്ഥിച്ചത് കർമ്മേലിൽ മഴ അയക്കാനല്ല. ഹല്ലേലൂയ. എല്ലാവരും എഴുതിയിട്ടുണ്ട്. കർമ്മേലിൽ ഒരു ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ഫലം കർമ്മേലിന്റെ ഉച്ചിയിൽ ഒലിച്ചിറങ്ങിയ വെള്ളത്തിന്റെ ചില കണികകളല്ല. എവിടെയൊക്കെ വരണ്ടു പോയോ, കഴിഞ്ഞ 3.5 വർഷക്കാലം എവിടെയൊക്കെ വരണ്ടു പോയോ, ആ വരൾച്ചകളെ നികത്തി നശിച്ചുപോയെന്ന് പറഞ്ഞ ഇന്ന് ഈ രാത്രിയിൽ വരണ്ടു പോയി
നശിച്ചു പോയി, അത് ഇല്ലാതെ പോയി, കരിഞ്ഞു പോയി. ആത്മമേഖലകൾ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽ ആത്മമേഖലകൾ വ്യാപരിക്കട്ടെ. എവിടെയൊക്കെ വരൾച്ച പ്രാപിച്ചോ, ദേവദാസന്മാർ ഉണർന്നാട്ടെ, ദേവദാസന്മാർ ഉണർന്നാട്ടെ. ഇന്ന് പകൽക്കാലം ദേശത്തിന്റെ വരൾച്ച മാറണം. ഈ പ്രത്യാശ നഗറിൽ ഇരു ജനം ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ വാ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ, വാ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എഴുന്നേറ്റ് നൃത്തം ചെയ്യാൻ ദൈവാത്മ പ്രേരിപ്പിക്കണമെങ്കിൽ എഴുന്നേറ്റ് നൃത്തം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം പരപ്രേരണയില്ലാതെ ആത്മമേഖലകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്റെ ഭവനത്തിന്റെ വരൾച്ച, എന്റെ പ്രാർത്ഥനയുടെ വരൾച്ച, എന്റെ വചനധ്യാനത്തിന്റെ വരൾച്ച, എന്റെ കൂട്ടായ്മയുടെ വരൾച്ച, എന്റെ കുടുംബ പ്രാർത്ഥനയുടെ വരൾച്ച, എന്റെ ഭവനത്തിനകത്തെ വരൾച്ച, എന്റെ തലമുറകളിൽ വ്യാപരിക്കുന്ന വരൾച്ച, ഇന്ന് രാത്രി എടുത്തു പറയത്തക്ക നിലവാരത്തിൽ ഈ യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഒരു വൃക്ഷമായാലും ഒരു പ്രത്യാശയുണ്ട്. അത് വേരറ്റു പോയാലും നശിച്ചു പോയാലും വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ അത് പൊട്ടിക്കിളിർക്കുന്നത് പോലെ നഷ്ടപ്പെട്ടു പോയ ആരാധന, നഷ്ടപ്പെട്ടു പോയ ജാഗരണം, നഷ്ടപ്പെട്ടു പോയ കാത്തിരിപ്പ് യോഗങ്ങൾ, നഷ്ടപ്പെട്ടു പോയ രോഗശാന്തി, കർമ്മേലിൽ ഇറങ്ങിയ ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പം. പക്ഷേ കർമ്മേൽ നമ്മുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരട്ടെ. ഇന്ന് പകൽ കർമ്മേലിന്റെ അനുഭവം നമ്മുടെ വീട്ടിൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ.
അത് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിന് സ്തോത്രം ചെയ്യണം. എൻ്റെ ജീവിതത്തിലൊരു ബ്രേക്ക് ത്രൂ ഇന്ന് പകൽക്കാലം രാത്രികാലം നടക്കണം. കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല. ആമേൻ. ആരോക്ക് പറഞ്ഞു, എൻ്റെ തന്നിഷ്ടം പോലെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ പ്രവർത്തിച്ചു, എൻ്റെ യുക്തിക്ക് പോലെ ഞാനത് ചെയ്തു, ഞാൻ പ്രവർത്തിച്ചു. ഇനി ഞാൻ ചെയ്യത്തില്ല. ഞാൻ ഇനി നടക്കുന്നെങ്കിൽ, ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തോട് ചേർന്ന് ഞാൻ നടക്കും. ഹല്ലേലൂയ. പക്ഷേ കർമ്മേലിൽ പോരാടി നിൽക്കുന്ന ഏലിയാവിന് സമമായി ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിൽ പോരാടി നിൽക്കുന്ന ഓരോ പോരാളികളെയും ഈ പന്തലിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കണമെന്ന് ഒരഭിഷിക്തൻ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, ആമേൻ, അവകാശത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗം എത്രയധികമായി അതാഗ്രഹിക്കുന്നു. നല്ല ദാനങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കാമെന്ന് ഹല്ലേലൂയ. ദോഷികളായിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് ഞാൻ കൊടുക്കും. അഭിഷിക്തന്മാർ അഭിഷേകത്തോടെ നിൽക്കണം. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിൽ അനേകർ കെട്ടിടം പൊളിക്കുന്നു, അനേകർ ആരാധനാലയം പൊളിച്ചു നീക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സഭയെ തൊടാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം തമ്പുരാൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. കെട്ടിടമല്ല സഭ. അത് പൊളിക്കുന്നവർ ചിന്തിക്കുക, കെട്ടിടമല്ല സഭ. സഭ കെട്ടിടത്തിലകത്തല്ല, ഓരോരുത്തരുടെയും ഹൃദയത്തില. തമ്പുരാനാ പറഞ്ഞത്, മരിച്ചുയർന്ന ചരിത്രത്തിൽ ഇതുവരെയായും ഒരു മത നേതാവും മരിച്ചിട്ടുയർത്തെഴുന്നേറ്റിട്ടില്ല. എന്നാൽ തമ്പുരാൻ മാത്രം ഉയർത്തെഴുന്നേറ്റു. അഖിലാണ്ടത്തെ മുഴുവനും ഭീതിയിൽ അമർത്തിക്കൊണ്ടവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവനാ പറഞ്ഞത്, നിങ്ങളെ പൂർണ്ണരാക്കാൻ ഈ ദൈവത്തിന് കഴിയും. ഒരിക്കൽ ആളുകളെല്ലാം ചിന്തിച്ചു, ഈഫിൽ ടവറിൽ പോയിട്ടുള്ളവർക്കറിയാം, ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടുള്ളവർക്കറിയാം, പഴയ സ്ട്രക്ചർ വർക്കുകൾ നടത്തിയിട്ടുള്ളവർക്കറിയാം, ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ ലോകം ഇരുമ്പാണ്. പ്രൈസ് ദ ലോർഡ്. ഈ ഉരുക്കിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് ജനം മുഴുവനും പറഞ്ഞു, നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കും, നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ഇരുമ്പ് പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റി, ഞാനല്ല, തീയ. എന്നെ തീക്കകത്തേക്ക് ഇടുമ്പോൾ ഞാൻ ഉരുകി അത് ദ്രാവകമാകും. തീയാ ശക്തി. അപ്പൊ തീരടുക്കിലേക്ക് ആൾക്കാരെല്ലാം കൂടെ ഓടിച്ചെന്ന് പറഞ്ഞു,
നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കും, നീയാ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. പ്രൈസ് ദ ലോർഡ്. അപ്പൊ തീ പറഞ്ഞു, അല്ലല്ല കുഞ്ഞേ, ഞാൻ എത്ര ശോഭിച്ച് കത്തി ജ്വലിച്ച് നിന്നാലും ആരെങ്കിലും ഒരു പാത്രം വെള്ളം എൻ്റെ മണ്ടയ്ക്കൊഴിച്ചാൽ ഞാൻ കെട്ടുപോകും. അതുകൊണ്ട് വെള്ളമാണ് ഏറ്റവും വലിയ ശക്തിമാൻ. അപ്പൊ വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു എന്ന് പറഞ്ഞു, വെള്ളമേ, നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കെ, നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ. പ്രൈസ് ദ ലോർഡ്. വെള്ളം പറഞ്ഞു, പൊന്നുകുഞ്ഞ്, നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾ മഴയായി പെയ്തിറങ്ങുമ്പോൾ എവിടെ നിന്നോ ഒരു കാറ്റടിക്കുമ്പോൾ ഞങ്ങൾ പാറിപ്പോകും. ഞങ്ങളല്ല ശക്തി, കാറ്റാ ശക്തി. അപ്പൊ പറഞ്ഞു, കാറ്റേ, നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കെ, നീയാണ് ഏറ്റവും വലിയ ശക്തിമാൻ. അപ്പോൾ പറഞ്ഞു, കാറ്റ് പറഞ്ഞു, അല്ലല്ലല്ല, ഞാൻ എത്ര ശക്തിയായി ആഞ്ഞടിച്ചാലും എന്നെ തടഞ്ഞു നിർത്തുന്ന മലകളുണ്ട്. ഈ മലകളാ ശക്തി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും കൂടെ മലയിലോട്ട് പോയി. നീ ഞങ്ങളുടെ ദൈവമായിരിക്കും, നീയാണ് ശക്തി. കർത്താവിന് സ്തോത്രം. മല പറഞ്ഞ്, എൻ്റെ പൊന്നുകുഞ്ഞെ, നിങ്ങൾക്കെല്ലാം തെറ്റി. എന്നെ വെട്ടി നിരത്താൻ കഴിയുന്ന മനുഷ്യൻ ഉപകരണങ്ങളും മമ്മട്ടിയുമായി കടന്നു വരുമ്പോൾ ഞങ്ങൾ ചെറുതാകുന്നു, മനുഷ്യൻ വലുതാകുന്നു. അതുകൊണ്ട് മനുഷ്യനാണ് ദൈവം, മനുഷ്യനാ ശക്തിമാൻ. കർത്താവിന് സ്തോത്രം. എല്ലാവരും കൂടെ ജാഥയായിട്ട് മനുഷ്യരുടെ അടുക്കൽ കടന്നു ചെയ്തു, മനുഷ്യോ, നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കെ. ഹല്ലേലൂയ. മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റി. എൻ്റെ ആയുസ് 70, ഏറെയായാൽ 80, അത്രയും ആയുസുള്ളൂ. എന്നെ നശിപ്പിക്കാൻ മരണമുണ്ട്, മരണമാണ് വലുത്. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും കൂടെ മരണത്തിനടുക്കിലേക്ക് കടന്നു വന്നു, മരണമേ, നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. മരണം പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റി. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുത്തൻ വന്നു, അവൻ മരിച്ചോ, അവൻ ഉയർത്തെഴുന്നേറ്റോ. എന്നെ ജയിച്ച മരണം, എന്നെ ജയിച്ച കർത്താവ്, അവനോട് ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ തന്റെ ഇടത്തോട് ആകാശത്തിന്റെ കീഴിൽ രക്ഷിക്കപ്പെടുവാൻ അവന്റെ നാമമല്ലാതെ മറ്റൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലരോടും ചിലരോടും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഓരോ മതസ്ഥരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ, നിങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകന്മാരെ, നിങ്ങൾ കുമ്പിടുന്ന ആരാധിക്കുന്ന ദൈവത്തെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇനി നിങ്ങൾക്ക് കാണാം എന്ന പ്രത്യാശയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നാനാ മതസ്ഥരും കൈവളർത്തുമ്പോൾ എൻ്റെ നിങ്ങളുടെ പ്രത്യാശ അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. ഭൂരിപക്ഷപ്പെട്ട ഹല്ലേലൂയ. ഈ മനുഷ്യരോട് ആരും പറഞ്ഞിട്ടല്ല, ഹല്ലേലൂയ, ആലയം വിടാതെ ഇരിക്കുകയാ. കർത്താവിന് സ്തോത്രം. വെളിപ്പാട് ഇങ്ങനൊരു വാക്യം നാം വായിക്കുന്നുണ്ട്, ഞാനോ നിന്റെ ആലയത്തിൽ
സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാനോ നിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു എന്നും. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ എൻ്റെ സന്നിധിയിൽ ഒലിവ് വൃക്ഷം പോലെ ഇരിക്കുമെന്നും. ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ആലയത്തോടുള്ളതായിരിക്കും ആലയത്തിന്റെ പുഷ്ടി നിമിത്തം എന്റെ ബലം. അതാണെങ്കിൽ യോശുവയേ, നിന്റെ ബലം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവനെ കൊള്ളാമെന്ന് മോശ കണ്ടു. മോശ ഒരു യുദ്ധം, അമാലേക്കർ യുദ്ധത്തിന് വന്നപ്പോൾ യോദ്ധാക്കന്മാരായിരിക്കുന്ന രൂബേന്യരുണ്ട്. പണ്ട് യാക്കോബ് അപ്പച്ചൻ്റെ സമയത്ത് വാളെടുത്ത് വീശുവെട്ടിയ 300 കശാപ്പ് ചെയ്ത ശിമയോനുണ്ട്, ലേവിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹാരാനിൽ വെച്ച് വാളെടുത്ത് പുരുഷന്മാരെ മുഴുവൻ നിഗ്രഹിച്ച ശിമയും ലേവിയും ഉണ്ട്. ഹല്ലേലൂയ. മോശ ഇവരെ അല്ല കണ്ടത്. ഇന്ന് പകൽ ദൈവജനം ചിന്തിക്കണം, നമ്മൾ വിചാരിക്കുന്ന പലതിനെയും അല്ല ദൈവം നോട്ടമിട്ടിരിക്കുന്നത്. ഇന്ന് പകൽ ആലയം വിടാതെ ആലയത്തിന്റെ സംതൃപ്തിയിൽ അതിന്റെ പുഷ്ടിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു യോശുവായി ഉണ്ടെങ്കിൽ യോശുവായ ദൈവത്തിന് ആവശ്യമുണ്ട്. യോശുവയെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ചോദ്യം, നിനക്കൊരു യോശുവയാകാൻ പറ്റുമോ എന്നാ? കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് വളരെ ചുരുക്കി ആ വചനങ്ങളിലേക്ക് ഞാൻ ചെല്ലട്ടെ. യുദ്ധം ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത, വാളെടുത്ത് ശീലിച്ചിട്ടില്ലാത്ത യോശുവയിൽ മോശയ്ക്ക് പ്രതീക്ഷയുണ്ട്. എന്താണെന്നറിയാമോ? മനുഷ്യൻ്റെ ബലം ആയുധത്തിലല്ല, മനുഷ്യൻ്റെ ബലം കൗശലത്തിലല്ല, മനുഷ്യൻ്റെ ബലം പൊളിറ്റിക്സിലല്ല. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ബലം ഭൂരിഭാഗത്തിൻ്റെ വോട്ടിലല്ല. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അവനവൻ്റെ സമർപ്പണത്തിലാണ്. ആരും കാണാതെ ബലഹീനയായിരുന്ന ഒരു സഹോദരി 12 സംവത്സരമായി ബ്ലീഡിംഗ് ആയി കിടക്കുന്ന സഹോദരി, ഞാൻ എഴുന്നേറ്റ് ചെല്ലും, നടക്കാൻ ത്രാണിയില്ലാത്ത ഈ സഹോദരി, ബലഹീനയായ ഈ സഹോദരി, അവൾ പറയുകയാ, ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം പ്രാപിച്ചേക്കാമെന്നല്ല, I will get healed completely. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? താൻ പാതി ദൈവം പാതി എന്നുള്ള പ്രസ്താവന വചനത്തിലില്ല. Praise God. Hallelujah. ഇന്ന് ഈ പകൽക്കാലം, ഈ രാത്രികാലം ഇവിടെ കിടന്നൊരു പ്രിയപ്പെട്ടവർ ആത്മാഭിമാനത്തോടെ പോകണം. നിങ്ങൾ കിടക്കുന്ന പാർപ്പിടത്തിൻ്റെ വലിപ്പ ചെറുപ്പ വ്യത്യാസത്തിലല്ല ദൈവം നിന്നെ സെലക്ട് ചെയ്യുന്നത്. നീ പിറന്നു വീണത്തിൻ്റെ ഗോത്രത്തിൻ്റെ ഏതെങ്കിലും തായ്വേരുകൾ നോക്കിയല്ല ദൈവം നിന്നെ സെലക്ട് ചെയ്യുന്നത്.
ഇന്ന് പകൽക്കാലം നിന്റെ സമർപ്പണം നോക്കണേ. മിടുക്കന്മാരായ ഗോത്രപിതാക്കന്മാരുടെ തലമുറകൾ പാളയത്തിൽ ഉണ്ടായിരുന്നിട്ടും എഫ്രൈം എന്നുള്ളതായിരിക്കുന്ന ഒരു കൊച്ചു ഗോത്രത്തിലെ ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് ആമേൻ മോശ വിളിച്ചു പറഞ്ഞു, ഇവനെ കൊള്ളാം, ഇവന് യുദ്ധത്തിന് പോയാൽ ഇവൻ വിജയിക്കുമെന്നറിയാവുന്ന ദൈവം അവനെ യുദ്ധത്തിന് വിട്ടു. അമാലേക്ക് ശക്തികളെ നിഗ്രഹിച്ചു. അതിന്റെ മേൽ അവൻ ഒരു കൊടി പാറിച്ചു. ആ കൊടിയുടെ പേരാണ് യഹോവ നിസി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എത്ര പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നു അമാലേക്ക് ശക്തികളുടെ പ്രതികാരദാഹങ്ങൾ നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്നിടത്ത് അതിനുമേൽ യുദ്ധം ചെയ്തുകൊണ്ട് അവരെ ജയിച്ച് അവൻ്റെ മേൽ ഒരു ജയത്തിൻ്റെ കൊടി ഇന്ന് രാത്രി നാട്ടാണ്ടക്കവണ്ണം താല്പര്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രികാലം ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ കൃപ പ്രാപിച്ച ദൈവമക്കൾ അമാലിയക്ക് ശക്തികൾക്ക് വിരോധമായി ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൊടി ഇന്ന് പകൽക്കാലം അവൻ എന്നെ വിരുന്ന് വീട്ടിലേക്ക് കൊണ്ടുചെന്നു. എൻ്റെ മീതെ പിടിച്ചിരുന്നത് സ്നേഹത്തിൻ്റെ കൊടിയായിരുന്നെങ്കിൽ സങ്കടത്തിൻ്റെ കൊടി, ദുഃഖത്തിന്റെ കൊടി, നിരാശയുടെ കൊടി, ബലഹീനതയുടെ കൊടി, അല്ലെങ്കിൽ നിരാലംബത്വത്തിന്റെ കൊടി, ആമേൻ, ആരും തുണയിൽ നിന്നുള്ളതായിരിക്കുന്ന ചിന്തയുടെ കൊടി ഇന്ന് അഴിച്ചു മാറ്റേ. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തെ കൊണ്ട് സാധ്യമാണ്. ദൈവത്തെ കൊണ്ട് സാധ്യം. ഇന്ന് രാത്രി നടക്കുമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ മനസ്സ് വെച്ചാൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുമെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ പറയും, ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കൊല്ലമായിട്ട് വിടുതൽ പ്രാപിച്ചില്ലല്ലോ എന്ന്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടതായിരിക്കുന്ന യോശുവയെ തമ്പുരാൻ കണ്ടതിനോടൊപ്പം മോശയും കണ്ടു. ദൈവത്തിന് തൃപ്തിയായി. കൊള്ളാം, ഇവനെ കൊള്ളാം. അവനെക്കുറിച്ച് തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെ എഴുതി ചേർത്തോ, കാലേബും യോശുവായും വേറിട്ട് നിൽക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളാ. മനസ്സിലാകുന്നോ? കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ രാത്രിക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം, മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ വേണം? കർത്താവിന് സ്തോത്രം. കനാൻ ദേശത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഭാരം തിരിച്ചറിയാവുന്ന മോശ 12 ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ യാത്ര അയച്ചു. കടന്നു ചെന്നിട്ട് റിപ്പോർട്ടുമായി കടന്നു വരാൻ പറഞ്ഞപ്പോൾ ഭൂരിപക്ഷമായിരിക്കുന്ന 10 പേര് പറഞ്ഞു, നമുക്കൊരിക്കലും അവിടെ പോയിക്കൂടാ. പിന്നെ എന്തിനാ ഇറങ്ങി വന്നേ? രബസോസിൽ നിന്നും 10 ഗോത്രപിതാക്കന്മാരുടെ റെപ്രസെൻറ്റേറ്റീവായിരിക്കുന്നവർ പറയുകയാണ്, നമുക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഞങ്ങൾ അവിടെ മല്ലന്മാരെ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ ആയിരിക്കുന്നു. ഞങ്ങൾ അവരുടെ പല്ലിനിരയാകും എന്നൊക്കെ പറഞ്ഞ് ഭീതി പറഞ്ഞ് ദേശത്തെ ഒതുക്കിയപ്പോൾ ഇതാ 2 വസ്ത്രം കീറിക്കൊണ്ട് നിൽക്കുക. എന്താ? അല്ലെ, യഹോവ നമ്മോട് ഉപകാരം ചെയ്യുമെങ്കിൽ, ദൈവം നമുക്ക് തുണ നിൽക്കുമെങ്കിൽ നാം അവരെ കീഴടക്കും. മറ്റ് 10 ഗോത്രത്തിലുള്ളവർ കണ്ടത് മുഴുവനും ഇവരും കണ്ടില്ലേ? കണ്ടില്ലേ? കാലേബും യോശുവായും കണ്ടത് മറ്റു 10 പേരും കണ്ടതുപോലെയല്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം പ്രതികൂലങ്ങളെ എല്ലാവരുടെയും ജീവിതത്തിൽ പിശാചായവൻ അഴിച്ചുവിടും. നിന്റെ ആത്മദൃഷ്ടി കൊണ്ട്
എങ്ങനെ കാണുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? യോശുവയും കാലേബും കണ്ടത് ഈ രമസോസിൽ നിന്ന് ഞങ്ങളെ പിടിച്ചിറക്കിക്കൊണ്ട് വന്നത് കുറച്ച് മന്ന തിന്നാനും കുറെ വെള്ളം കുടിക്കാനും പകൽ മേഘസ്തംഭത്തിൻ്റെ കീഴിൽ നടക്കാനും രാത്രി അഗ്നിത്തൂണിൻ്റെ വെളിച്ചത്തിൽ നടക്കാനുമല്ല. എൻ്റെ പിതാവായി ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതായിരിക്കുന്ന ദേശത്ത് കനാന്യർ അവകാശം പറഞ്ഞിരിക്കുന്നിടത്ത് പ്രവേശിക്കാൻ അവരെ ഇറക്കിക്കൊണ്ടുവന്നവർ പറയുക, പിടിച്ച് കയറാൻ ബുദ്ധിമുട്ടായെങ്കിൽ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന് ഭൂരിപക്ഷത്തെ ആവശ്യമില്ല. 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുകുട്ടികളും അടക്കം ചെങ്കടൽ കടന്ന ഏകദേശം 30-35 ലക്ഷം പേരിൽ 2 പേരേ ഉള്ളൂ കനാൻ കടന്നേ. തമ്പുരാനതുപോലെ എന്തെങ്കിലും ഒരു റേഷ്യോ പറയാറുണ്ടോ ദേവദാസന്മാരെ? ഉണ്ടോ? ഒരു 30 ലക്ഷം ആളുകൾ, 20 വയസ്സിന് മുകളിലുള്ള 30 ലക്ഷം ആളുകളിൽ നിന്നും വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് എത്തിച്ചേർന്നത് കേവലം 2 പേരാണെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ, എത്ര പെർസെന്റേജ് വാഗ്ദത്ത ദേശത്ത് കടന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ ഭൂരിപക്ഷത്തിന്റെ കൂടെയല്ല. ആമേൻ. നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഗുണപ്പെടാത്തതിനെയും കയ്യിൽ കിട്ടിയതിനെയും കണ്ടതിനെയും എല്ലാം കൂടെ ചേർത്ത് വെച്ച് എൻ്റെ സഭയിൽ 120, 250, 500ന്റെ കണക്ക് പറയാനല്ല, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന എത്ര ഉണ്ട്? മൂന്നര വർഷമായി കൂടെ നടന്നതായിരിക്കുന്ന അപ്പോസ്തലന്മാർ ഏറ്റവും കുറഞ്ഞത് 3 പേരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നേരെ കണ്ടതാ. അല്ലേ? കർത്താവിന് സ്തോത്രം. നമ്മുടെയൊക്കെ സഭയിൽ 50 പേരുണ്ടെങ്കിൽ 5000ന്റെ വാട്ട വെച്ചേക്കുന്ന സ്പീക്കർ. കർത്താവിന് സ്തോത്രം. 7000 പുരുഷന്മാർ കൂടിയെടുത്ത് തമ്പുരാൻ ഒരു PA സിസ്റ്റം ഉപയോഗിച്ചില്ല. 5000 പേരും സ്ത്രീകളും കുഞ്ഞുകുട്ടികളും കൂടിയെടുത്ത് ആയിരക്കണക്കിന് വാട്ട് തള്ളുന്ന സംവിധാനം ഉണ്ടായില്ല. പക്ഷേ യേശുവിന്റെ വാക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കേട്ടെങ്കിൽ അവന്റെ ശബ്ദം അത്ര പവർഫുൾ ആയിരുന്നു. ഇതെല്ലാം ഈ ശിഷ്യന്മാർ കണ്ടതാ. രോഗികളെ സൗഖ്യമാക്കുന്നത്, ഭൂതങ്ങളെ പുറത്താക്കുന്നത്. എത്രയോ തവണ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ മരിക്കും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടും കർത്താവിന് സ്തോത്രം. അവസാനം കർത്താവായ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോഴും സഹോദരിമാർ ചെന്ന് കല്ലറയിൽ ചെന്ന് നോക്കാൻ പോയപ്പോഴും ഇവർ പറയാ, ഞങ്ങൾ ഇതുവരെ അറിഞ്ഞില്ല. അങ്ങനെ തന്നെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കും, ഞങ്ങൾ ഇതുവരെ അറിഞ്ഞില്ല. 3 മണിക്കൂർ ക്രൂശിൽ കിടന്ന കള്ളൻ തിരിച്ചറിഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, നീ 50 കൊല്ലം പെന്തക്കോസ്തിൽ കിടക്കുന്നതല്ല, 40 കൊല്ലം ശുശ്രൂഷകന്മാരായിരിക്കുന്നതല്ല, 30 കൊല്ലം വേലയുടെ മുഖത്തായിരിക്കുന്നതല്ല. കർത്താവിനെ അറിയേണ്ട വിധത്തിൽ അറിയാൻ, അവൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ പോകുമെന്നുള്ള ഉറപ്പ് ഇന്ന് പകൽ ജനം പ്രാപിച്ചു വേണം ഇവിടുന്ന് കടന്നു പോകാൻ. പ്രൈസ് ദി ലോർഡ്. 10 ജനത്തെ ബലഹീനപ്പെടുത്തിയപ്പോൾ 2 പറയുകയാണ്, നമ്മൾ കടക്കും.
നമ്മൾ പിടിച്ചെടുക്കും, നമ്മൾ കൈവശമാക്കും, നമ്മൾ ഗോത്രം ഗോത്രമായി വിഭജിക്കും. അതാ യോശുവയുടെ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ കാതലായിരിക്കുന്നൊരു വിഷയം. ചെങ്കടലിൽ മോശയുടെ നീട്ടിയ വടിയുടെ മുമ്പിൽ ചെങ്കടൽ പിളർന്നു എങ്കിൽ യോർദാനിൽ പിളർക്കപ്പെടുന്നത് അങ്ങനെയല്ല. അഭിഷിക്തന്മാരുടെ ഉള്ളങ്കാൽ എന്ന് പറഞ്ഞാൽ പെട്ടകം ചുമലിലിരിക്കുന്ന അഭിഷിക്തന്മാർ അവരുടെ ഉള്ളങ്കാൽ യോർദാനിൽ ചവിട്ടുമ്പോൾ യോർദാൻ വിഭജിക്കുമെങ്കിൽ പെന്തക്കോസ്തിന്റെ ശക്തി ആരംഭിക്കുന്നത് യോർദാനിലാ. ഇന്ന് 90% വിശ്വാസികളും ചെങ്കടൽ കിടന്നിട്ട് മരുഭൂമി നിൽക്കുകയല്ലേ, സ്നാനപ്പെട്ടിട്ട് നിൽക്കുക, പരിശുദ്ധാത്മാനിറവ് പ്രാപിക്കാതെ. ചിലരോടൊക്കെ ചോദിച്ചാൽ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ അതിദാരുണമായിരിക്കുന്ന അവസ്ഥകൾക്ക് ഇതുപോലുള്ള കൺവെൻഷനുകൾ പ്രചോദനമായി ആത്മമേഖലകളിലേക്ക് ജനം ഇറങ്ങട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം ബംഗ്ലാവാകുന്നു എന്ന് വിവക്ഷിക്കുന്നവരുണ്ട്. മോഡിയായിരിക്കുന്ന കാറുകളും വാഹനങ്ങളും സ്ഥാവര ജംഗമ വസ്തുക്കളും ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രതീകമായി വിലയിരുത്തുന്ന കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയ പെന്തക്കോസ്തുകാരുടെ ഒരു ഗോളം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, വിശാലമായി കൊണ്ടിരിക്കുക. അയർലൻഡിൽ പോകുന്നതും ഓസ്ട്രേലിയയിൽ പോകുന്നതും UK-യിലാകുന്നതും അമേരിക്കയിലാകുന്നതും കാനഡയിലാകുന്നതും അനുഗ്രഹമാകുന്നതും ഇതൊക്കെ പോകുന്നത് നല്ലതാ, ഇതെല്ലാം വേണം. പക്ഷേ ഇതൊന്നും അനുഗ്രഹത്തിന്റെ പ്രതീകമല്ല. എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെയാ വായിച്ചു തുടങ്ങുന്നേ: സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും. കുഞ്ഞേ, നിന്റെ ബംഗ്ലാവ് എത്ര വലുതായാലും ദൈവത്തിന് വിഷയമല്ല. അതിനകത്ത് ആത്മപകർച്ച നടക്കുന്നുണ്ടോ? സ്വർലോകങ്ങളെ ആത്മശക്തി നിന്റെ ജീവിതത്തിലുണ്ടോ? ഇതാണ് തമ്പുരാൻ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അഭിഷിക്തന്മാരുടെ ഉള്ളങ്കാൽ അവിടെ ചവിട്ടിയപ്പോൾ യോർദാൻ വിഭജിച്ചു. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇന്നലെ പകൽക്കാലം കടന്നു വന്ന ദൈവദാസന്മാരോട് ഞാൻ വിശദീകരിച്ചു. അക്കരെ കടന്നു ഗിൽഗാലിൽ പാളയമിറങ്ങി. യോശുവ ജനത്തോട് പറഞ്ഞു, യഹോവയായ ദൈവം യോശുവയോട് പറഞ്ഞു, എടോ, നടന്നു നീങ്ങിയ വഴിത്താരയിൽ നിന്നും അഭിഷിക്തന്മാർ ഉള്ളംകാലി ചവിട്ടി നിന്ന് അനുസരിക്കപ്പെട്ട ഒരു തലമുറ അപ്പുറം കടക്കുന്നതുവരെ പെട്ടകം താഴെ വെക്കാതെ അതിൻ്റെ വിശുദ്ധി കാത്തു സംരക്ഷിച്ചുകൊണ്ട് മടി കൂടാതെ, ക്ഷീണം കൂടാതെ, വാദമില്ലാതെ, മറ്റ് പ്രതിസന്ധികളില്ലാതെ നിന്ന അഭിഷിക്തന്മാർ നിന്ന ഉള്ളംകാലി ചവിട്ടിയ 12 കല്ല് എനിക്ക് പ്രിയമുള്ളതാ. പെന്തക്കോസ്തുകാരെ, ഇന്ന് നാം ഈ അനുഭവിക്കുന്ന സകല സമൃദ്ധിയുടെയും പുറകിൽ ചാണകം മെഴുകിയ തറയിൽ കണ്ണുനീരൊഴുക്കിയ ഒരു തലമുറയുണ്ട്, വിടവാങ്ങിയ ഒരു തലമുറയുണ്ട്. അരി വെച്ച് ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഇത്തിരി നെന്മണി ഇട്ടുകൊണ്ട് അരിയുടെ ചെറിയ ചെറിയിട്ട് കഞ്ഞിവെള്ളം കുടിച്ച് ആരോടും പരാതി പറയാതെ, പരിഭവം പറയാതെ, ഉപവാസമെങ്കിൽ ഉപവാസം, തിരുവചന പഠനമെങ്കിൽ തിരുവചന പഠനം, സഭായോഗമെങ്കിൽ സഭായോഗം. ഹല്ലേലൂയ. ഇന്നൊന്നിനും കൈയടിക്കാൻ കൈക്ക് ബലമില്ല. പക്ഷേ അന്നത്തെ അപ്പച്ചന്മാരുടെ കൈകൾക്കും അന്നത്തെ അമ്മച്ചിമാരുടെ കൈകൾക്കും ഈ കാണുന്ന റിത്തൻ പാടിനെക്കാട്ടിലും ശക്തിയുണ്ടായിരുന്നു. ആയിരക്കണക്കിന് വാട്ട് തള്ളുന്ന ഈ സ്പീക്കറിനേക്കാൾ അവിടെ കൈയടിക്ക് ബലമുണ്ടായിരുന്നു.
ആ ഒരു തലത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരണം. ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറയത്തില്ല. ഇതെല്ലാം വേണം, നല്ലതാ. ഇതെല്ലാം വേണം, നല്ലതാ. കർത്താവിന് സ്തോത്രം. ആവർത്തനത്തിൽ വായിക്കുന്നുണ്ട്, സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവാകുന്നത് നല്ലതാ. പക്ഷെ അത് നിമിത്തം നിന്റെ ദൈവമായ യഹോവയെ നീ എങ്ങനെയാ? കർത്താവിന് സ്തോത്രം. ഉന്മേഷത്തോടും ഹൃദയസന്തോഷത്തോടും കൂടെ സേവിക്കായിക നിമിത്തം നിന്റെ നേരെ അയക്കുന്ന ശത്രുവിനെ നീ നഗ്നതയോടും ആമേൻ എല്ലാ വിശപ്പോടും കൂടെ നീ സേവിക്കേണ്ടി വരും. നീ നശിക്കും വരെ ഒരു ഇരുമ്പു നുകം നിന്റെ കഴുത്തിൽ വെച്ച് കെട്ടിയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്നല്ല, ഇത് നിമിത്തം നിന്റെ ആരാധന ജീവിതത്തിൽ കുറയ്ക്കരുതെന്നാ, വചനധ്യാനം കുറയ്ക്കരുതെന്നാ, പാട്ട് കുറയ്ക്കരുതെന്നാ, വചന ശുശ്രൂഷ കുറയ്ക്കരുതെന്നാ, ഉപവാസ പ്രാർത്ഥന കുറയ്ക്കരുതെന്നാ. എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു യുദ്ധം നിന്നേക്കാൾ എല്ലാവരും ദിവസം എഴുന്നേറ്റ് നിന്നാട്ട്. നിന്നേക്കാൾ വലിപ്പവും പെരുപ്പവുമുള്ള ശത്രുക്കളെ ഞാൻ നിൻ്റെ കാൽ കീഴാക്കി തരും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പ്രൈസ് ദി ലോർഡ്. കനാന്യ ദേശം ദാവീദിന് ദൈവം, അബ്രഹാമിന് ദൈവം ശാശ്വതാവകാശമായി കൊടുത്തതാ. നീ തലപൊക്കി നോക്ക്, നിനക്ക് ഇവിടം വരെ കാണാം. അവിടം വരെ നിന്റെ തലമുറകൾക്ക് ഞാൻ ശാശ്വതാവകാശമായി കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്വർഗത്തിലെ ദൈവം പുതിയ നിയമത്തിൽ നൽകിയിരിക്കുന്ന കൃപാദാനങ്ങൾ എവിടെ? പ്രവാചകന്മാർ എവിടെ? അപ്പോസ്തലന്മാർ എവിടെ? ആത്മീക ശുശ്രൂഷ എവിടെ? രോഗശാന്തി എവിടെ? ആത്മവരം എവിടെ? കൃപാദാനങ്ങൾ എവിടെ? കർത്താവിന് സ്തോത്രം. കനാന്യ ശക്തികൾ അടക്കി വാണുകൊണ്ടിരിക്കുമെങ്കിൽ ഇന്ന് രാത്രി യുദ്ധം ചെയ്ത് നമ്മൾ തിരിച്ചു മേടിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു സൈന്യത്തെ പോലെ സഭ ഒരു സൈന്യമാ. നമുക്കൊരു വാളോ കൊച്ചു പിച്ചാത്തിയോ ഒരു കൊച്ചു സൂചി പോലും നമ്മുടെ കയ്യിൽ ആയുധമായിട്ടില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികമല്ല. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ ശത്രുക്കളാണെന്നറിയോ നമ്മെ നശിപ്പിക്കുന്നത്? ഹിത്യർ. അതിൻ്റെ അർത്ഥം സംശയാലുക്കൾ. എനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ? സംശയം ഇട്ടുകൊണ്ട് പോരാടുന്ന ആമേൻ ഹിത്യ ശക്തികൾ. ആമേൻ. ഗിർഗശ്യർ. പഴയതിലേക്കും പഴയ സ്വഭാവത്തിലേക്കും വിട്ടുപോയ പാപത്തിലേക്കും നമ്മെ വലിച്ചഴയ്ക്കാൻ പരിശ്രമിക്കുന്ന അത്യുഗ്ര ശക്തി. ഏതൊക്കെ ആമേൻ ദുർഗുണങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോയോ, ഏതൊക്കെ പഴയത് ഉപേക്ഷിച്ച് കളഞ്ഞോ, അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പ്രവർത്തിക്കുന്ന ഗിർഗശ്യ ശക്തി. കർത്താവിന് സ്തോത്രം. ആമേൻ. അമോരിയർ. സെൽഫിഷ്. ഞാൻ തികഞ്ഞു, എല്ലാം തികഞ്ഞു. സ്വാർത്ഥർ. കർത്താവിന് സ്തോത്രം. ഇതൊക്കെ ഞാൻ പറയുന്ന ശത്രുക്കളെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസികളുടെ ജീവിതത്തിൽ അവരെ നശിപ്പിക്കുന്ന ശത്രുക്കളെ കുറിച്ചാണ്. സ്വാർത്ഥർ. ആമേൻ. ഓരോ സഭകളിലും ആ സ്വാർത്ഥത നിമിത്തം ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ 3 തട്ടിലാക്കി വിഭജിച്ച് നിർത്തുന്ന അന്ധകാര ശക്തിയുടെ ആമേൻ അമോരിയ ശക്തികൾ. കർത്താവിന് സ്തോത്രം. കനാന്യർ. ലോകമയത്വം. ആമേൻ. ബിംബാരാധന. ചിലർക്ക് കുഞ്ഞുങ്ങൾ ബിംബമ, ജോലി ബിംബമ, പണം ബിംബമ, മറ്റു പലതും ബിംബമ. ഇതുപോലെയുള്ളതായിരിക്കുന്ന കനാന്യ ശക്തികൾ ലോകമയത്വം ആമേൻ ദൈവമക്കളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പെരിസ്യർ. കർത്താവിന് സ്തോത്രം. ഫലം കായ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പൂക്കുമ്പോൾ തന്നെ നശിപ്പിച്ചു കളയുന്ന സംവിധാനങ്ങൾ. നമ്മൾ വായിക്കുന്നില്ലേ ഉത്തമഗീതത്തിൽ? ഹല്ലേലൂയ.
ചെറുകുറുക്കന്മാർ സമാനമായിരിക്കുന്ന പെരിസ്യ ശക്തികൾ ഫലം ആരംഭിക്കുമ്പോഴേ, എല്ലാ ആണ്ടിൻ്റെ ആരംഭത്തിലും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും. ഒരാഴ്ച പോലും നീണ്ടു നിൽക്കാത്ത തീരുമാനങ്ങൾ, ഒരു ദിവസം പോലും നീണ്ടു നിൽക്കാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണങ്ങൾ, ആ പെരിസ്യ ശക്തികൾ. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അടുത്തത് ഹിവ്യ ശക്തികൾ. നിങ്ങളെ ഡിസീവ് ചെയ്യുക, തെറ്റിദ്ധരിപ്പിക്കുക, തെറ്റിക്കുക, തെറ്റിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഹിവ്യ ശക്തികൾ. കർത്താവിന് സ്തോത്രം. യെബൂസ്യർ, ഉഗ്ര തടസ്സങ്ങൾ, ദൈവീക നിയമങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അന്ധകാര ശക്തികൾ. ഇത്രയും ലിസ്റ്റുകൾ പോരാ, ഇനി കുറെ കൂടെ ലിസ്റ്റുകൾ എനിക്ക് തരേണ്ടതായിട്ടുണ്ടെങ്കിലും ഇത് വിട്ടുമാറാത്ത പാപമായി ഒരു ശാപം പോലെ നമ്മുടെ സഭകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും ഇന്നും നിൽക്കുന്നെങ്കിൽ, എബ്രായ ലേഖനത്തിൽ ഇതാ സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. എബ്രായ ലേഖനം 4:1 നാം ഇങ്ങനെ വായിക്കുന്നു: അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ വന്നു എന്ന് വരാതിരിപ്പാൻ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ഇന്ന് ഈ പകൽക്കാലം, ഈ രാത്രികാലം ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലിസ്റ്റിൽ ഏത് അന്ധകാര ശക്തിയാണ് നിങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടും നിർജീവമാക്കിക്കൊണ്ടും നിലകൊണ്ട് നിങ്ങളെ ഒരു സാധാരണ മനുഷ്യരെന്ന താളത്തിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ, എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുവീൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടുവീൻ. എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ നിന്ന് രാത്രി പോകുന്നത് നീ കടന്നു വന്ന ജീവിതത്തിന്റെ ഉടമയായിട്ടല്ല, ഒരു വലിയ റിനോവേഷൻ, ഒരു വലിയ വ്യത്യാസം, ഒരു ജീവിതത്തിന്റെ ഒരു വലിയ ബ്രേക്ക് ത്രൂ, ഒരു മാറ്റം, ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ ഇന്ന് രാത്രി നടക്കണം. 5-10 മിനിറ്റ് മുമ്പോട്ട് പോയാലും സംഘാടകരുടെ പ്രയത്നങ്ങൾ, ചെലവിട്ട സംഖ്യകൾ, നിങ്ങൾ കടന്നു വന്ന യാത്രാക്കൂലികൾ, നിങ്ങൾ ഇവിടെ കടന്നു വന്ന സമയം, ഇത് നിങ്ങൾ ഇന്ന് രാത്രിയിൽ പ്രയോജനപ്പെടുത്തി വേണം പോകാൻ. ഒരു സാധാരണ കൺവെൻഷന് കടന്നു വന്ന് മടങ്ങി പോകുന്നത് പോലെയല്ല. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, യോശുവ യുദ്ധം ചെയ്തു. യോശുവയ്ക്ക് യുദ്ധമുണ്ടായിരുന്നത് പ്രാകൃത ശത്രു ശക്തികളോടെയാണെങ്കിൽ നമുക്ക് യുദ്ധമുള്ളത് ഹല്ലേലൂയ വാഴ്ചകളോടെ, അധികാരങ്ങളോടെ. യുദ്ധത്തിനായി ആയുധമെടുക്കാൻ നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും വലിയൊരു ആയുധം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികമല്ല. മാലോകർ കേൾക്കട്ടെ, ലോകം കേൾക്കട്ടെ, ഈ സ്ഥലനിവാസികൾ കേൾക്കട്ടെ, എന്നെ കേൾക്കുന്നവർ കേൾക്കട്ടെ. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികമല്ല, കോട്ടകളെ തകർക്കാൻ ശക്തിയുള്ളവ. ഒരു പാട്ടുപാടി ദൈവത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ ഒരു പുതിയ സംവിധാനത്തിലേക്ക്, ഹല്ലേലൂയ, അവൻ 1 മുതൽ 5-ാമത്തെ അധ്യായം വരെ യുദ്ധമായിരുന്നെങ്കിൽ 5 മുതലുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ നമുക്കറിയാം പിടിച്ചെടുക്കലാണെങ്കിൽ, ആമേൻ, അടുത്ത അധ്യായങ്ങൾ ഗോത്രത്തിന് വിഭജിച്ചു കൊടുക്കുന്നത് പോലെ, ഹല്ലേലൂയ, 130 വയസ്സ് പ്രായമുള്ള കാലേബും, ആമേൻ, 110 വയസ്സുള്ള യോശുവയും ചോദിച്ചു മേടിച്ചു. കാലേബ് എന്ന് ചോദിച്ചേ, ആ മല എനിക്ക് തരിക.
നിങ്ങൾ ചോദിച്ചു കൊള്ളുക. ഹാലിൽ ഇന്ന് രാത്രി കാലം എന്ത് കൃപയാ നിനക്ക് വേണ്ടത് ചോദിച്ചു കൊള്ളുക. എല്ലാ പ്രിയോടും കർത്താവിൻ്റെ സന്നിധിക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാ പ്രിയോടും കർത്താവിൻ്റെ സന്നിധിക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവദാസന്മാർ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഗാനം ആലപിക്കുന്ന ദൈവമക്കൾ ആലപിച്ചു ആമേൻ ദിവസം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒരു ബ്രേക്ക് ത്രൂ ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കണം. ഒന്ന് പാട്ട് പാടിക്കാട്ടെ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയിരും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയിരും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയിരും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയിരും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമനാ തന്നവൻ എന്നെ പ്രാർത്ഥന ആവശ്യമുള്ള ദൈവമക്കൾ മുൻപോട്ട് വന്നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന ആവശ്യമുള്ള ദൈവമക്കൾ മുന്നോട്ട് കടന്നു വന്നാൽ ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥന ആവശ്യമുള്ള ദൈവമക്കൾ നിങ്ങളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ദൈവം, പ്രവർത്തിക്കുവാൻ ശക്തനായി പ്രത്യാശ നഗറിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രാർത്ഥനയുള്ള ദൈവമക്കൾ, പ്രാർത്ഥന ആവശ്യമുള്ള ദൈവമക്കൾ മുൻപോട്ട് കടന്നു വന്നാൽ ബഹുമാനപ്പെട്ട ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്ക് ഭയം. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്ക് ഭയം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയിരും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയിരും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറുന്നു. ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയിരും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയിരും.
ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമനാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമനാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെ ഉള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെ ഉള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. ഓ സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. ഓ അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെ ഉള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെ ഉള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെ ഉള്ളതാ. ഓ അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെ ഉള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെ ഉള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെ ഉള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവം ഒരിക്കൽ കൂടി ശബ്ദങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി ദൈവം നമ്മുടെ മേൽ പകരുന്ന അധികാരത്തെ സ്വീകരിച്ച്, ദൈവം നമുക്കായി കാത്തുവച്ചിരിക്കുന്ന നിയോഗങ്ങളെ സ്വീകരിച്ച്, അഭിഷേകത്തോടെ ഇന്ന് രാത്രി ആത്മാവിൽ എഴുന്നേറ്റ് Hallelujah, 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 hallelujah. Oh, Jesus, we worship you. Shabana Marikana, Waidabana, Ridabana. Oh, Ribana, Waidabana, Judana, Marikana, Waidabana. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞ്, ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. ബുദ്ധിക്കതീതമാണ്, ബുദ്ധിക്കതീതമാണ് എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാലെന്റെ ദൈവം എന്നെ നടത്തുന്നു. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ,
എന്റെ യേശുവൻ കൂടെയുണ്ട്. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ശബ്ദമുയർത്തി സാധ്യമേ, സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ അസാധ്യമായി, അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ അസാധ്യമായി, അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ഓ അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ, എല്ലാം ശബ്ദമുയർത്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരാൽ എല്ലാം സാധ്യമേ. കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. Hallelujah.
ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ചില രോഗബന്ധനങ്ങൾ തമ്പുരാൻ അഴിച്ചിട്ടുണ്ട്. ജീവിതത്തിന് നേരെ പോരാടി നിൽക്കുന്ന പലതിനോടും ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പര്യവസാനിപ്പിക്കുമ്പോൾ, എന്നെ ഈ മഹായോഗത്തിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോമോൻ ജോസഫ് അവറുകൾക്കും മറ്റെല്ലാ സംഘാടകർക്കും ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണം, നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു വലിയ ബ്രേക്ക് ത്രൂ ഇന്ന് രാത്രിയിൽ നടന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്യണം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടിയുള്ളവരല്ല, ഞങ്ങൾ ഈ ലോകക്കാരല്ല. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതിയതുപോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അത്യുത്തമമായിരിക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ സ്ഥിരവാസം ഈ ഭൗമികമല്ല. ഇന്ന് രാത്രി ആ ചിന്ത ഞങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തി. ഞങ്ങൾക്ക് പോരാട്ടമുണ്ടത് ശത്രുവിൻ്റെ സകല സംവിധാനത്തോടും അത്രേ. എപ്പപ്രാസിനെ പോലെ പ്രാർത്ഥനയിൽ പോരാടി നിൽപ്പാനും പൗലോസ് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സദാ പ്രാർത്ഥിക്കുന്നു എന്ന് പ്രബോധിപ്പിച്ചതുപോലെ പ്രാർത്ഥനയിൽ അന്യോന്യം ഓർക്കുവാനും അന്യോന്യം ഞങ്ങളുടെ ഭാരങ്ങളെ വഹിപ്പാനും കർത്താവ് വീണ്ടും സഹായിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ഓരോ സഹോദരിമാരെയും, ഓരോ സഹോദരന്മാരെയും, ഓരോ അഭിഷിക്തന്മാരെയും, ഓരോ അവരുടെ സ്നേഹതീതികളായിരിക്കുന്ന ഭാര്യമാരെയും അവർ തലമുറകളെയും കർത്തൃനാമത്തിൽ ഒരു അഭിഷിക്തനെന്ന അവകാശത്തിൽ നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാവരിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. God bless and God bless.